கர்த்தரை நம்பி நன்மை செய், தேசத்தில் குடியிருந்து சத்தியத்தை மேய்ந்து கொள். சங்கீதம் 37:3. Trust in the Lord and do good, so shalt thou dwell in the land, and verily thou shalt be fed. Psalms 37:3. கிறிஸ்துவுக்குள் பிரியமானவர்களே, ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே God Goes East Ministries சார்பாக அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். இந்த 8வது மாதம் தேவனாகிய கர்த்தர் புதிய துவக்கங்களை நம்முடைய வாழ்க்கையில் செய்ய உண்மையுள்ளவராயிருக்கிறார். 8 என்பது வேதத்தின் அடிப்படையில் நியூ பிகினிங், புதிய துவக்கம் என்று சொல்லப்பட்டிருக்கிறது. நிச்சயமாகவே இந்த மாதம் நம் வாழ்க்கையிலே, நமது குடும்பங்களிலே, ஆவிக்குரிய நிலைகளிலே புதிய துவக்கங்களை தரும் என்பதில் எந்த சந்தேகமும் இல்லை. ஒரு ஊழியக்காரனாய் நான் அதை உறுதிப்படுத்தி உங்களை வாழ்த்தி ஆசீர்வதிக்கிறேன். உங்கள் குடும்பங்களிலே, ஊழியங்களிலே, தனிப்பட்ட வாழ்க்கையிலே புதிய துவக்கங்களை கர்த்தர் நிச்சயம் தருவார். தேவனுடைய வாக்குத்தத்தங்கள் ஒருபோதும் மாறாதவைகள். கர்த்தர் நம்மை உயர்த்துகிறவர், நம்மை வாலாக்காமல் தலையாக்குகிறவர், கீழாக்காமல் மேலாக்குகிறவர். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள், விசுவாசியுங்கள். இந்த மாதம் முழுவதும் தேவனாகிய கர்த்தர் நம்மை நடத்த உண்மையுள்ளவராயிருக்கிறார். அவரையே பற்றி கொள்வோம், அவருடைய வார்த்தையின்படி நடப்போம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ തോമസ് സാർ, തന്നോടുകൂടെ ഈ മിനിസ്ട്രിയിൽ സഹകരിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാർ, പ്രത്യേകാൽ ഈ മാറ്റമില്ലാത്ത തിരുവചനത്തെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആലയത്തിൽ അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായി അതേ ആലയത്തിൽ അതേ സ്ഥാനത്ത് അതിൻ്റെ മറുപടിയുമായി നിൽക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കും. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, അവൾ ഒരു നേർച്ച നേർന്നു. ഹന്ന എന്ന് പറയുന്ന ഭക്തയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുവാനിടയായിത്തീർന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിൽ ജീവിച്ചിരുന്ന ഭക്തയായ ഹന്ന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ജീവിത അനുഭവങ്ങളാണ് കുറിവാക്യമായി നാം വായിച്ചത്. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, അവൾ ഒരു നേർച്ച നേർന്നു എന്നുള്ളത്. തൻ്റെ ഭർത്താവാകുന്ന എൽക്കാനായിക്ക് 2 ഭാര്യമാർ, ഒരുവളുടെ പേര് പെനീന, മറ്റവളുടെ പേര് ഹന്ന. പെനീനയ്ക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവാശ്രയത്തിൽ ജീവിച്ച
ഹന്ന എന്ന് പറയുന്ന ഈ സഹോദരിക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് ഒരുവൾക്ക് മക്കൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അവൾ ശപിക്കപ്പെട്ടവളാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ധാരാളം മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ്. മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനത്തെ പ്രാപിക്കുവാൻ കഴിയാതെ ഒരു ശാപത്തിനടിമയായിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ദൈവമാണ് ഹന്നയുടെ ഗർഭം അടച്ചിരുന്നത്. അതുമൂലം അവളുടെ പ്രതിയോഗിയാകുന്ന തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായ പെനീന ഈ ഭക്തയായ ഹന്നയെ വളരെ വ്യസനിപ്പിച്ചു, വളരെ വേദനിപ്പിച്ചു. ഇതിൻ്റെ മധ്യേ പലപ്പോഴും നാം ചിന്തിക്കും, ദൈവം എന്തിനാണ് അവളുടെ ഗർഭം അടച്ചു കളഞ്ഞത്? അല്ലെ, ദൈവം എന്തിനാണ് വഴികളെ അടച്ചു കളയുന്നത്? ദൈവത്തിന് തൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് തൻ്റേതായിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ തക്ക സമയത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തെ ദൈവം തമ്പുരാൻ തൻ്റെ കരങ്ങളിൽ എടുത്ത് തനിക്ക് ഏറ്റവും യോഗ്യമാകുന്ന രീതിയിൽ ആക്കി തീർക്കുവാൻ ഇടയായിത്തീരും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ തൻ്റെ ഇഷ്ടപ്രകാരം അതിനെ മെനഞ്ഞെടുക്കുവാൻ ഇടയായിത്തീരും. കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അപമാനങ്ങൾ, ഞെരുക്കങ്ങൾ, ഹന്ന അനുഭവിച്ചതുപോലെയുള്ള തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നാം ചിന്തിക്കുക, ദൈവം നമ്മെ കൈവിട്ടതുകൊണ്ടല്ല, മറിച്ച് നാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഭദ്രമായിട്ടിരിക്കുന്നതെന്നും അവൻ്റെ കയ്യിൽ നിന്നും നമ്മിലേക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും വലിയൊരു അനുഗ്രഹം വരുവാനിരിപ്പുണ്ട് എന്നും നാം തിരിച്ചറിയുക. എന്നാൽ കഷ്ടങ്ങളുടെ കാലങ്ങളും ഞെരുക്കത്തിൻ്റെ വേളകളും നമ്മളെ വളരെയധികമായി വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം തമ്പുരാൻ അവളുടെ ഗർഭം അടച്ചു കളഞ്ഞു. അവൾ ദൈവത്തോട് അതുകൊണ്ടാണ് വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നത്. അവളുടെ പ്രാർത്ഥനയെ ദൈവം കേട്ടു. അവൾ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിലെ പുരോഹിതനായി അന്ന് ശുശ്രൂഷ ചെയ്തിരുന്ന ഏലി എന്ന് പറയുന്ന വ്യക്തി, വളരെ വയോധികനായിരിക്കുന്ന ആ പുരോഹിത ശ്രേഷ്ഠൻ, അവളുടെ ശബ്ദം പുറത്തേക്ക് വരാതെ അവളുടെ ചുണ്ട് മാത്രം അനങ്ങി ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പുരോഹിതൻ പോലും അവളെ തെറ്റിദ്ധരിക്കുവാൻ ഇടയായി തീർന്നു. അവളോട് പറയുന്നുണ്ട്, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് അവളോട് പറയുന്നുണ്ട്. കാരണം അവളെ തെറ്റിദ്ധരിച്ചു. അവൾ മദ്യം കഴിച്ചിട്ടാണ് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് ആ പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചു. നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീചസ്ത്രീയായി വിചാരിക്കരുതേ എന്നവൾ വേദനയോടെ പ്രതികരിക്കുവാൻ അതേ ഇടയായിത്തീർന്നു. അപ്പോൾ മനോഭാരത്തോടുകൂടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന അവരുടെ മനോവേദനയെ അറിയുവാനായിട്ട് ആ പുരോഹിത ശ്രേഷ്ഠന് പോലും കഴിഞ്ഞില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്
അതിനെ ഏറ്റെടുക്കുവാനായിട്ടിടയായി തീർന്നു. അവളുടെ ഭാരത്തെ ഏറ്റെടുത്തു. അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് ശൗമേൽ എന്ന് പേരിട്ടു. കണ്ടോ, ദൈവം ഒരാണ്ട് കഴിഞ്ഞപ്പോൾ അവളെ ഓർത്തു. കാലങ്ങളുടെ കാത്തിരിപ്പാണ്, അപമാനമാണ്, ഞെരുക്കമാണ്, മനോഭാരമാണ്, വ്യാകുലതയാണ്. എന്നാൽ ദൈവം ഓർക്കുന്ന ഒരു ദിവസമുണ്ട്. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ മറക്കാതെ എന്നെ ഓർത്ത് എനിക്കൊരു ആൺ പൈതലിനെ തന്നാൽ ഞാൻ അതിനെ നിന്റെ ആലയത്തിൽ സമർപ്പിക്കും. വ്യക്തമായിട്ടും ഹന്ന ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ മറന്നു പോകരുതേ, നീ എന്നെ ഓർക്കണമേ, നീ എനിക്കൊരു ആൺ പൈതലിനെ തരണമേ, തന്നാൽ അതിനെ ഞാൻ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ദൈവം അവളെ ഓർത്തു. വചനം 20 പറയുന്ന അങ്ങനെയാണ്, ദൈവം അവളെ ഓർത്തു. ദൈവം അവളെ മറന്നില്ല. അതെ, അവൾ ഒരു ആൺ പൈതലിനെ, ദൈവത്തോട് അവൾ എന്താണ് ചോദിച്ചത്? ഒരാൺ പൈതലിനെയാണ് ചോദിച്ചത്. ആൺ പൈതലിനെ ദൈവം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ പൈതലിന് ശൗമേൽ എന്ന് പേരിട്ടു. യഹൂദ ചരിത്രത്തിൽ ന്യായാധിപനായിട്ടും പ്രവാചകനായിട്ടും ജനത്തെ വളരെയധികം ശുശ്രൂഷിച്ച് സേവിച്ച് ജനത്തെ നയിക്കുവാനായിട്ട് പിൽക്കാലത്ത് ഈ ശൗമേലിനെ ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ദാസനെന്ന് ജനം ഭയത്തോടെ ശൗമേലിനെ നോക്കിക്കണ്ടു. എന്തുകൊണ്ടാണ്? അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം കൊടുക്കുന്നത് അല്പം താമസിച്ചാണെങ്കിലും അത് ദൈവത്തിൻ്റെ തക്ക സമയത്താണ് കൊടുക്കുന്നത്. ദൈവം കൊടുക്കുന്നത് ഒരിക്കലും പാഴായി പോകത്തില്ല. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, പുത്രിമാരുണ്ടായിരുന്നു, പുത്രന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും പേര് തിരുവഴുത്തിലില്ല. പിന്നീട് അവരെക്കുറിച്ചൊരറിവുമില്ല. എന്നാൽ ഒന്നേ ലഭിച്ചുള്ളൂ. ദൈവത്തോട് ചോദിച്ചു വാങ്ങി ഒന്നേ ലഭിച്ചുള്ളൂ. അത് ദൈവത്തിന് കൊടുത്തപ്പോൾ വീണ്ടും ദൈവം ഹന്നയ്ക്ക് തലമുറകളെ കൊടുത്തു. ദൈവത്തിന് കൊടുത്തതിനെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്തു. ആ കാലഘട്ടത്തിൽ അതേ അറിയപ്പെടുന്ന പ്രവാചകനായി ന്യായാധിപനായിട്ട് ശൗമേൽ തീരുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായി അറിയപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, ദൈവം നമുക്ക് തരുവാൻ ഉദ്ദേശിക്കുന്നത് തന്നിരിക്കും. പക്ഷേ നമ്മുടെ സമയത്തായിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അതുവരെ നിന്ദകൾ സഹിക്കേണ്ടത് വരും, അപമാനങ്ങൾ ഏൽക്കേണ്ടത് വരും, പീഡകൾ സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദൈവം നമ്മളെ കൈവിടത്തില്ല. നിഷ്കളങ്കമാകുന്ന ഹൃദയത്തോടും കറയില്ലാത്ത കരത്തോടും കൂടെ ദൈവത്തിൻ്റെ മുന്നിൽ കരം ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദൈവം നാം കരമുയർത്തുമ്പോൾ നമ്മുടെ നേരെ മുഖം ഒരിക്കലും മറച്ച് കളയത്തില്ല. അവൻ നമ്മുടെ കരത്തെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് നാം തിരിച്ചറിയുന്നു. അതിൻ്റെ 26-ാം വാക്യത്തിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത്, അതേ, അവൾ ശൗമേൽ എന്ന് പറയുന്ന ഈ പൈതലിൻ്റെ മുലകടി മാറിയതിന് ശേഷം വീണ്ടും ദേവാലയത്തിലേക്ക് ചെന്നു. വീണ്ടും ദേവാലയത്തിൽ ചെന്നത് പ്രാർത്ഥിക്കാനല്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയുമായിട്ടാണ് അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നത്. അവിടെ ചെന്ന് ഏലി പുരോഹിതനോട് പറയുന്നുണ്ട്, യജമാനാണ് യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ പൈതലിന് വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ചുണ്ടനങ്ങി ശബ്ദം പുറത്തു വരാതെ ഹൃദയവേദനയോടുകൂടെ പ്രാർത്ഥിച്ചത് ഈ പൈതലിന് വേണ്ടിയാണ്. ദൈവം അതുപോലെ എനിക്ക് ആൺ പൈതലിനെ തന്നു. അതെ, ദൈവം തന്നതിനെ ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശൗമേൽ ബാലിനെ ദേവാലയത്തിൽ കൊടുക്കുവാനിടയായി തീർന്നു.
അതേ, ചരിത്രത്തിൽ തിരുവെഴുത്തിൽ നാം കാണുന്നു, ശൗമേൽ പ്രവാചകനെപ്പോൾ ശക്തനായ ഒരു പ്രവാചകനും ന്യായാധിപനും പിന്നെ ഇസ്രയേലിൽ എഴുന്നേറ്റിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ദൈവം തരുന്നത് അതിനെ മാറ്റിവെക്കുവാനായിട്ട് പിന്നെ ഇടയായിത്തീരത്തില്ല. അതിൻ്റെ മാറ്റുരച്ച് നോക്കുന്തോറും അതിന് ശോഭയേറി വരുവാനായിട്ട് ഇടയായിത്തീരും. ആകയാൽ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. കൈവിടാത്ത ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരത്തെ നീട്ടുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അവൻ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുവാനിടയായിത്തീരും. അതെ, ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ആകയാൽ ആ ദൈവികമാകുന്ന ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരട്ടെ. உங்கள் ஜீவன் கிறிஸ்துவுடனே தேவனுக்குள் மறைந்திருக்கிறது என்ற உன்னதமான சத்தியத்தை பவுல் வெளிப்படுத்துகிறார். கொலோசையர் 3:3. கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. லாபமான அனைத்தையுமே நஷ்டம் என்று கருதுகிறே. லாபமான அனைத்தையுமே நஷ்டம் என்று கருதுகிறே. என் நேசர் தருகின்ற பரிசுக்காக லெக்கை நோக்கி தொடர்கின்றே. தருகின்ற பரிசுக்காக லெக்கை நோக்கி தொடர்கின்றே. நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. கர்த்தர் என்னை விரும்பினபடியா உறைவிடமாய் தெரிந்து கொண்டார். கர்த்தர் என்னை விரும்பினபடியா தம் உறைவிடமாய் தெரிந்து கொண்டார். என்னில் இருந்து வேதம் வெளிப்படும், கர்த்தர் வசனம் பிரசித்தமாகும். இருந்து வேதம் வெளிப்படும், கர்த்தர் வசனம் பிரசித்தமாகும். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். நான் அல்ல,
இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. இரவும் பகலும் மௌனமாயிராத ஜாமக்காரன் நான் தானே. இரவும் பகலும் மௌனமாயிராத ஜாமக்காரன் நான் தானே. அமெரிக்கையாய் ஒருபோதும் இருப்பதில்லை, எழுப்புதல் நான் காணும் வரை. அமெரிக்கையாய் ஒருபோதும் இருப்பதில்லை, தேசத்தில் எழுப்புதல் நான் காணும் வரை. நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. நற்கிரியை தொடங்கியவர் நிச்சயமாய் முடித்திடுவார். நற்கிரியை தொடங்கியவர் நிச்சயமாய் முடித்திடுவார். அதினதின் காலத்தில் நேர்த்தியாக செம்மையாக செய்திடுவார். அதினதின் காலத்தில் நேர்த்தியாக செம்மையாக செய்திடுவார். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. கிறிஸ்துவுக்குள் என் ஜீவன் இணைந்து மறைந்துள்ளது. நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். நான் அல்ல, இயேசுவே என்னில் வாழ்கின்றார். இனி நான் அல்ல, இயேசுவே